വികൃതമൊന്നുമല്ല, അയാൾ ഇങ്ങനെ ഒരു സൈഡ് തിരിഞ്ഞ് അങ്ങനെ ഇരുന്ന് ബ്ലഡൊക്കെ ഇങ്ങനെ മൊത്തം ഒഴി ഒരു കയ്യിൽ മാത്രമേ അയാൾ ധരിച്ചിട്ടുള്ളൂ. സെറ്റിയിൽ ഇരിക്കുകയാണ് ചെയ്ത്, അപ്പോഴായിരിക്കും ചെയ്തിട്ടുള്ളൂ. ആ സെറ്റിയിൽ ഇരുന്ന് ആ ഇരിപ്പിലിരിക്കുകയാണ്. എവിടെയാണ് കൂടുതലും 7:10 പാസ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. 7:10 പാസ് ചെയ്ത് പോയ സമയത്ത് ഇവിടെ ഒരു അനക്കവുമില്ല. ഞാൻ ഒരു 5 കിലോമീറ്റർ അപ്പുറത്ത് മുതുകുള എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ എന്നെ ഒരാൾ ഫോണിൽ വിളിക്കുന്നു. ഇവിടെ എന്തെങ്കിലും വിഷയം ഉണ്ടോയെന്ന് ചോദിച്ചോട്ടെ എന്നെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നില്ലേ ഉള്ളൂ ഇല്ലാണ്. ഞാൻ തൊട്ടടുത്ത് ഇവിടെ തന്നെ ഉടനെ വിളിച്ചു. അപ്പോൾ പറയണ ഇങ്ങനെ പോലീസ് വന്ന് ഇവിടെ ഒരു മരണം നടന്ന് ഇന്നാരെ വെട്ടിക്കൊന്നു, അയാളെയും ഭാര്യയും വെട്ടിക്കൊന്നു എന്നും പറഞ്ഞു. ഞാൻ പോയ കാര്യം മുടക്കിയിട്ട് ഉടനെ തന്നെ തിരിച്ചു കുഞ്ഞു വന്നു. ഇവിടെ വന്നപ്പോൾ പോകുമ്പോഴും ഇവിടെ ലൈറ്റ് ഒന്നുമില്ല. അപ്പോൾ പോലീസ് വന്നതിന് ശേഷം ഇവിടുത്തെ വിവരം അറിയണുള്ളൂ. അതുവരെ ഒന്നും ആരും അറിയണില്ല, നാട്ടുകാരും അറിയില്ല. ഇങ്ങനെ വെട്ടിക്കൊന്നു ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു പോലീസ് വന്നതിന് ശേഷം ഇവിടുത്തെ നാട്ടുകാർ പോലും അറിയുന്നുള്ളൂ. കാര്യം ഇതൊക്കെ ഡോറൊക്കെ അടച്ചിട്ടിട്ടില്ലേ പോയിരിക്കുന്നത്. അതുകൊണ്ടൊന്നും അറിഞ്ഞില്ല. ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ കുടുങ്ങിക്കുന്നത്. എങ്ങനെയാണ് ആളുകളുമൊക്കെയായി വളരെ സഹകരിക്കുന്ന ഒരാളാണ്. ഡീസന്റ് മനുഷ്യനാണ്. ആരുമായിട്ട് യാതൊരു വളരെ ക്വൈറ്റാണ് ആള്. മെനഞ്ഞാന്ന് 6:30 മണിക്ക് എല്ലാ ദിവസവും ഇവിടെ പള്ളിയിൽ വരും. ഇവിടെ ഒരു തെക്കാവുണ്ട്, അവിടെ വന്ന് നിസ്കരിച്ചിട്ട് വരുന്നതാണ്. ആരുമായി വളരെ നല്ല മനുഷ്യനാണ്. CRP റിട്ടയർഡായി ഇവിടെ ഒരു 10-25 വർഷം കൊണ്ട് ഇവിടെ വീടും വെച്ച് വൈഫ് ഇവിടെ അടുത്താണ്. അവിടെ നിന്നാണ് ഇവിടെ വന്ന് ഇപ്പോൾ വീട് വെച്ച് താമസിച്ചു കഴിക്കും. കുടുംബമൊക്കെ എങ്ങനെയാ? മക്കളൊക്കെ 2 പെൺമക്കളല്ലേ ഉള്ളൂ. അവർ വിവാഹം കഴിച്ച് അയച്ചു. അവർ ഇവിടെ ഏറ്റവും വലിയ ഇത് വരവ് വന്നു പോകാനിരിക്കും നമ്മളറിയാറില്ല. 2 പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, ആൺമക്കളില്ല. ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് ഇവിടെ ഏതെങ്കിലും ബഹളമോ അങ്ങനെ എന്തെങ്കിലും നടന്നായിട്ടൊക്കെ? അമ്മ ഇവിടെ ഉച്ചയ്ക്കാണ്ട് വന്ന് സംഭവം നടത്തിയിട്ട് പോയി. ഇത് സംഭവം നടന്നിട്ട് ഞാൻ ബോഡി കണ്ടപ്പം ബ്ലഡൊക്കെ ഉണങ്ങിയിരിക്കുന്നതാണ് കണ്ടത്. അപ്പം നേരത്തെ നടന്നെന്നുള്ളതാണ് എൻ്റെ. 7 മണിക്ക് ശേഷമാണോ ഈ ബോഡി കണ്ടത്? 7:30 ആയി. 7 മണിക്ക് ശേഷമല്ലേ പോലീസ് വരണം. പോലീസ് വന്നതിന് ശേഷമല്ലേ ഇതൊക്കെ കാണും. നാട്ടുകാരെല്ലാവരും അറിയുന്നത് ഇതിന് ശേഷമാണ്. ഇവിടെ ബോഡി എങ്ങനെയായിരുന്നു? അവസ്ഥ എന്തായിരുന്നു? വളരെ വികൃതമായ അവസ്ഥയായിരുന്നു. വികൃതമൊന്നുമല്ല, അയാൾ ഇങ്ങനെ ഒരു സൈഡ് തിരിഞ്ഞ് അങ്ങനെ ഇരുന്ന് ബ്ലഡൊക്കെ ഇങ്ങനെ മൊത്തം ഒഴി ഒരു കയ്യിൽ മാത്രമേ അയാൾ ധരിച്ചിട്ടുള്ളൂ. സെറ്റിയിൽ ഇരിക്കുകയാണ് ചെയ്ത്, അപ്പോഴായിരിക്കും ചെയ്തിട്ടുള്ളൂ. ആ സെറ്റിയിൽ ഇരുന്ന് ആ ഇരിപ്പിലിരിക്കുകയാണ്. എവിടെയാണ് കൂടുതലും മുറിവേറ്റിരിക്കുന്നത്? എവിടെയാണ്? തലയ്ക്ക് തന്നെ, നെറ്റിയിലും തലയ്ക്കുമായിട്ടാണ് ഈ മുറിവുകളുണ്ട്. ബ്ലഡ് ഇങ്ങനെ ഒഴിവുണ്ട്, നമുക്ക് കാണാൻ പോലുമുള്ള ഇതില്ല. അത്രയും വളരെ മോശമായ രീതിയിലാണ് കണ്ട ബോഡി. മറ്റേ ഭാര്യയുടെ മൃതദേഹം ഷാഹിദയുടെ കണ്ടില്ല, അത് അകത്തായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറിയില്ല. ഇത് കണ്ടിട്ട് പിന്നെ അങ്ങോട്ട് കയറിയില്ല. ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സ് മനസ്സിലായി. പിന്നെ മടുത്തു. അത്രയും വികൃത ഒരു ഇതായിരുന്നു.